ഹലോ പ്രിയജനങ്ങളെ, നിങ്ങൾ ഈ കടൽ കാഴ്ചകൾ കണ്ടോ? മഹാസമുദ്ര കാഴ്ചകൾ. നമ്മുടെ ഭാരതത്തിൻ്റെ പേരിൽ, സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാസമുദ്രം. ഇതും നമ്മുടെ മറ്റൊരു അഭിമാനമാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആഴിമല എന്ന് പറയുന്ന സ്ഥലം. ആഴിമല ശിവൻ്റെ അമ്പലത്തിനോടടുത്തുള്ള കടലിൻ്റെ വ്യൂ ആണിത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആഴിമല ശിവൻ്റെ, മഹാദേവൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ താഴേക്ക് നോക്കുമ്പോൾ തിരകൾ കാണിക്കുന്ന വികൃതികൾ, ആ പാറക്കൂട്ടങ്ങളോട് ചേർന്ന് അഭിരമിക്കുന്ന തിരകളെ കണ്ടോ നിങ്ങൾ? പാലുപോലെ പതഞ്ഞൊഴുകി കയറി വന്ന തിരകൾ ചുംബിച്ചിറങ്ങി പോകുന്നത് നോക്കൂ. ആ മനോഹരമായ പാറക്കൂട്ടങ്ങൾക്ക് എന്തോ ഒരു ചാരിതാർത്ഥ്യം വന്ന പോലെ അത് നിശബ്ദമായി അതിനോട് സമരസപ്പെട്ട് ആ തിരകളെ നല്ല ഗാഢമായ ആലിംഗനം ചെയ്തിട്ട് തിരിച്ച് പറഞ്ഞയക്കുന്ന അവരുടെ ഒരു സാഗര തീരത്തെ സംഗമം നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ? തിരയും തീരവും ഒന്നിക്കുന്ന കവിഭാവനകളിലൊക്കെ ഒരുപാട് തവണ കണ്ടും കേട്ടും നമ്മൾ വളരെയധികം പരിചിതമായ ആ കടലിൻ്റെ ഭാവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പിയെടുക്കുകയാണ്. മനോഹരമായ ശബ്ദം, കടൽ തിരകൾ തീരത്ത് വന്നരിയുന്നതിൻ്റെ മനോഹരമായ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങകലെ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. വലിയ കപ്പലുകളൊക്കെ വന്ന് അടുത്ത് എന്താ പറയുക, ധാരാളമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളുടെ എല്ലാം കയറ്റുമതി ഇറക്കുമതികളൊക്കെ നടത്താൻ പാകത്തിന് അതാ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കടലിലേക്ക് ഉള്ള ഭാഗത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങകലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനോഹരമായ ഈ കടൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നോക്കൂ, ഇവിടെ കടലിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ, തിരകൾ അതുണ്ടോ? എത്ര മനോഹരമായ തിരകളാണ് വരുന്നതെന്ന് കണ്ടോ? തിരകളുടെ ആരവം നിങ്ങൾക്ക് കേൾക്കാനില്ലേ? ഓ, പാലുപോലെ പതഞ്ഞൊഴുകുന്ന തിരകളും തീരത്തെ കുറച്ച് കടുപ്പം കൂടിയ പാറക്കൂട്ടങ്ങളും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ സങ്കല്പത്തേക്ക് ഇവിടെ ഓർമ്മ വരും ഇല്ലേ? നല്ല മനോഹരമായ കാഴ്ച. എന്തായാലും ഇത് നിങ്ങൾ ആസ്വദിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ശുഭദിനത്തിൽ ഈ മഹാസമുദ്ര കാഴ്ചകളുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് പല കാഴ്ചകളും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ പകർത്തി തരാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന പ്രതീക്ഷയോടെ സ്വന്തം സുജ.